പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ പല വഴി താണ്ടി ദുരിതങ്ങൾ തേറി ഇവിടത്തി മോഹങ്ങൾ ചൊല്ലിടാനായി മനസ്സിലെ കോവിലിൽ തുടിക്കുന്ന മുരുകന് ഹരോഹര കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ വാദ്യമേളം കൂട്ടി കാവടിയും തുള്ളി അണ്ടിപ്പണ്ടാരം മുമ്പിൽ വരുന്നു ഞങ്ങൾ ദേവരഥമേറി ദേവസേനാപതിയായി താരകന്റെ നിഗ്രഹത്തിനണയും ദേവാ ആയുധമേലിൽ ശക്തി കൂട്ടും മുരുക കാലത്തിൻ ശക്തി നീയെ വേൽ മുരുക ആയുധമേലിൽ ശക്തി കൂട്ടും മുരുക കാലത്തിൻ ശക്തി നീയെ വേൽ മുരുക ഹരോഹര ഹരോ ഹരോഹര നിറഞ്ഞ മനസ്സോടെ എത്തി അനുഗ്രഹമേകി പുഞ്ചിരി തൂകി കണ്ണിനു കണ്ണായി വാഴും മുരുക 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 ഹരോഹര ഹര ഹരോ പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ അടിപൊളി. ശരിക്കും പറഞ്ഞാ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ അറിയോ, ഇവരൊരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വന്നില്ലേ, ഓ കിടിലം, അടിപൊളി. കൈകൊട്ടിക്കളിയിലെ ഗോട്ട്. അതെ അതെ, നമ്മൾ പറയില്ലേ സെൽഫ് മോട്ടിവേഷന് വേറെ ആരും വേണ്ട, അവരെന്നെ ഒരു ടീമാണ് അതില്. കാരണം ഞങ്ങൾ എണീറ്റ് നിന്ന് പോയി ഇരിക്കും, നമുക്ക് ഇരുന്ന് പറയാം. ഓ പെട്ടതേ ഞാൻ എന്റെ അമ്പലത്തിൽ അത് വിചാരിച്ചു. Who is the founder of കൈകൊട്ടിക്കളി? ഒരാളും ഇല്ല. അങ്ങനെയല്ല, അതായത് അത് നാട്യശാസ്ത്രത്തിൽ നിന്ന് വന്ന് ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു കലാരൂപമാണ് കൈകൊട്ടികളി. അതെ, കൈകൊട്ടിക്കളിയുടെ ഫൗണ്ടർ ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ, അതായത് ആലിംഗൻ അമ്മയുടെ ക്യാപ്റ്റന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഹായ് സിന്ധു ചേച്ചി. ഹായ്. ഹായ് ചേച്ചി, എന്നാണ് വിശേഷം? സുഖമാണോ? അടിപൊളിയായിരുന്നു കേട്ടോ. പറ ചേച്ചി, നിങ്ങളുടെ ഈ ഒരു ടീമിന്റെ കാര്യം കേൾക്കട്ടെ. ആരാണ് ഈ ടീമിനെ കണ്ടുപിടിച്ചത്? ഞങ്ങള് തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, പെരിഞ്ഞനം ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൈകൊട്ടിക്കളി ടീമാണ്. ആക്ച്വലി കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തൃശ്ശൂർ, ഇരിങ്ങാലക്കുട ഭാഗത്ത് ഓണക്കളി, വട്ടക്കളി അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ കളിച്ച കളിക്ക് നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതിന് ഞങ്ങൾ വീരനാട്യം എന്നാണ് പേരിട്ടേക്കുന്നത്. ഞങ്ങളൊരു തിരുവാതിരയുടെ ഗ്രൂപ്പായിട്ട് തുടങ്ങിയതായിരുന്നു ആദ്യം. പിന്നീട് ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞതിൻ്റെ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഓണം സെലിബ്രേഷൻ വന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു എന്തെന്ന് പറയുക, നാടൻ പാട്ട് കൈകൊട്ടിക്കളി വെച്ചിട്ട് വെറുതെ ഒന്ന് അടിച്ചു പൊളിച്ച് കളിച്ചു. പക്ഷെ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 1-2 സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾക്ക് പ്രോഗ്രാം വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ അരമണിക്കൂറൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 2.5 മണിക്കൂറിനുള്ളിലാണ് ഞങ്ങളുടെ ഷോ വരുന്നത്. അതും ഒരു എങ്ങനെ 1500-ൽ താഴെ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്, ഷോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമൃത ടിവിയിൽ 2ാമതാ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോമഡി സൂപ്പർ അമ്മയും മകളും. അടിപൊളി. എന്തായാലും നമ്മുടെ ഓണാഘോഷത്തിന്റെ ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ആലിംഗൻ അമ്മയുടെ പെർഫോമൻസ് കിടിലമായിരുന്നു. ഞങ്ങൾക്ക് തന്നാൻ പറ്റിയ എന്നുള്ള ഒരു ചാർജ് ഉണ്ടല്ലോ, ആദ്യം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരാഴ്ച അങ്ങ് ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് ഓണാഘോഷം, ഓരോ ദിവസവും വെറൈറ്റി പരിപാടി, വെറൈറ്റി വൈബ്, വെറൈറ്റി എനർജി ആയിട്ട് വരില്ലേ ചേച്ചി?
ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ Goes to ആലിംഗനമ്മ. വാ ചേച്ചി. Do you want my boom boom fire? Die me, it's gonna be shaking it you yeah. അപ്പൊ ചേച്ചി ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മുടെ ആലിംഗമ്മ ടീമിനാണ് കൊടുക്കേണ്ടതാണ്. യെസ് ഗൈസ്. സൂപ്പർ. ഹാപ്പി ആയില്ലേ നിങ്ങൾ എല്ലാരും? ഞാൻ ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓണാഘോഷം എന്താ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ തുടങ്ങി കഴിഞ്ഞു. നിങ്ങളുടെ ആ എന്നുള്ള ഒരു പവറും കൂടെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇത് അങ്ങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതെ. അപ്പൊ അല്ലേ? 1 2 3